അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു. അഊദു ബില്ലാഹി മിനശ് ശൈത്വാനിർ റജീം. ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം. അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ. അല്ലാഹുമ്മ സ്വല്ലി വസല്ലിം വബാരിക് അലാ റസൂലിക സയ്യിദിനാ മുഹമ്മദിൻ വഅലാ ആലി വഅസ്ഹാബി സയ്യിദിനാ വമൗലാനാ മുഹമ്മദ് ഫീ കുല്ലി ലംഹത്തിൻ വനഫസിൻ ബിഅദദി കുല്ലി മഅലൂമിൻ ലക്. അല്ലാഹു സുബ്ഹാനഹു വതആല അവൻ്റെ മഹളായ ഫള് കൊണ്ട് പരിശുദ്ധമായ ഉംറ ഹജ്ജുകൾ മഖബൂലും മബ്റൂറുമായ ഹജ്ജും ഉംറയും ചെയ്യാൻ അള്ളാഹു നമുക്ക് ഏവർക്കും തൗഫീഖ് നൽകി അനുഗ്രഹിക്കട്ടെ. ചെയ്തവർക്ക് ഇനിയും ഇനിയും ചെയ്യാൻ അള്ളാഹു തൗഫീഖ് നൽകി അനുഗ്രഹിക്കട്ടെ. ആമീൻ ബിറഹ്മതിക യാ അർഹമർ റഹീമീൻ. പ്രിയപ്പെട്ടവരെ, ഉംറയ്ക്ക് വേണ്ടി നാം ഒരുങ്ങി കൊണ്ടിരിക്കുകയാണല്ലോ. വ്യക്തിപരമായ ബാധ്യതകളൊക്കെയും നമ്മൾ തീർത്തു. ഇനി നമ്മൾ ചെയ്യേണ്ടത് എന്താണെന്നറിയോ? നമ്മുടെ നാട്ടിലും നമ്മുടെ പരിസരത്തും നമുക്ക് ബന്ധമുള്ളവരിലും റബ്ബിൻ്റെ ഔലിയാക്കന്മാർ, മഹാന്മാർ, ജീവിച്ചിരിക്കുന്നവരും വഫാത്തായവരൊക്കെ ഉണ്ടാവും. അവരെ നാം സിയാറത്ത് ചെയ്തിട്ട് നാം പറയണം, അവരോട് മനസ്സുകൊണ്ട് പറയണം. നമ്മുടെ വീട്ടിൽ നമ്മുടെ ഉമ്മ, നമ്മുടെ ഉപ്പ, നമ്മുടെ ഉസ്താദുമാർ ജീവിച്ചിരിക്കുന്നവരാണെങ്കിൽ അവരെല്ലാം ജീവിച്ചിരിക്കുന്നവരാണെങ്കിൽ നേരിട്ട് തന്നെ പോയിട്ട് പറയണം, ഉസ്താദേ അല്ലെങ്കിൽ ഉമ്മ, ഉപ്പ, നമ്മളെ വേണ്ടപ്പെട്ടവർ, ഭാര്യ, മക്കൾ, നമ്മളെ വേണ്ടപ്പെട്ടവർ, നമ്മളെ സ്നേഹിച്ചവർ, സഹായിക്കുന്നവർ, നമ്മളോട് ബന്ധമുള്ളവർ എല്ലാവരോടും നേരിട്ട് പറയാൻ പറ്റുന്നവരോടൊക്കെയും നേരിട്ട് പറയണം. അല്ലാത്തവരോട് വളരെ ആത്മാർത്ഥമായും സ്നേഹബന്ധമുള്ള ആളുകളോടൊക്കെ നമ്മൾ പറയണം. ഇനി ഫോൺ വിളിച്ചാണ് പറയുന്നതെങ്കിൽ ഫോൺ വിളിച്ചിട്ടാണെങ്കിലും നമ്മൾ ഇന്ന സൗകര്യങ്ങളുണ്ടല്ലോ അത് ഉപയോഗപ്പെടുത്തണം. അവരോടൊക്കെ നമ്മൾ സന്തോഷമായിട്ട് പറയുകയും ദുആ കൊണ്ട് വസിയത്ത് ചെയ്യുകയും വേണം. അവർ നിങ്ങളോടും ദുആ കൊണ്ട് വസിയത്ത് ചെയ്യും. അതൊരു സന്തോഷമാണ്, ഒരു ബന്ധമാണ്. വളരെ പ്രധാനപ്പെട്ടതാണ്. ആ കൂട്ടത്തിൽ വളരെ പ്രധാനപ്പെട്ട കാര്യമാണ് മഹാന്മാരായ അള്ളാഹുവിൻ്റെ ഔലിയാക്കന്മാരെ. അത് പലരും വിട്ടുപോകാറുണ്ട്. ഒരിക്കലും വിട്ടുപോകരുത്. മഹാന്മാരായ അള്ളാഹുവിൻ്റെ ഔലിയാക്കന്മാർ നിങ്ങളുടെ നാട്ടിലുണ്ടാകും. ഏതൊരു നാട്ടിലും റബ്ബിൻ്റെ ഔലിയാക്കന്മാർ, മറവിട്ട് കിടക്കാത്ത, അവരുടെ സിയാറത്ത് നടക്കപ്പെടുന്ന രീതിയിലുള്ള മഹാന്മാർ മറവിട്ട് കിടക്കാത്ത ഒരു നാടും ലോകത്തില്ലല്ലോ. എത്രയോ നാടുകളിൽ എത്രയോ മഹാന്മാർ മറവിട്ട് കിടക്കുന്നുണ്ട്, അറിയപ്പെട്ടവരും അറിയപ്പെടാത്തവരുമായിട്ട്. ഒരു നാട്ടിലും ഇല്ലാത്തവരില്ല. പ്രിയപ്പെട്ടവരെ, അത് നിസ്സാര കാര്യമെന്ന് മനസ്സിലാക്കണ്ട. കാരണം അള്ളാഹുവിൻ്റെ ഔലിയാക്കന്മാർക്ക് പ്രത്യേകതകളുണ്ട്. നമ്മൾ നേരത്തെ കഴിഞ്ഞ ക്ലാസ്സിൽ പറഞ്ഞിട്ടുണ്ടല്ലോ. അവരുടെ ദുആ ബർക്കത്ത് കൊണ്ടായിരിക്കും ചിലപ്പോൾ നമ്മുടെ ഉംറ സ്വീകരിക്കുന്നത്. നമ്മളങ്ങോട്ട് ഓടിച്ചെല്ലല്ല. കാരണം നമുക്ക് മുൻഗാമികൾ അങ്ങനെയാണ് കാണിച്ചത്. ബഹുമാനപ്പെട്ട ശംസുൽ ഉലമാ ഇ.കെ. അബൂബക്കർ മുസ്ലിയാർ റളിയല്ലാഹു അൻഹു. എന്തിനധികം പറയണം? ശംസുൽ ഉലമയെ പോലത്തെ ഒരു പണ്ഡിതൻ, അത്രയും അറിവും ഗാംഭീര്യവുമുള്ള, അത്രയും ഒരു തൻ്റെ ഇടവും ഇഖ്ലാസൊക്കെ ഉള്ള ഒരു ഇൽമിൻ്റെ അഗാധ പാണ്ഡിത്യമുള്ള ഒരു പണ്ഡിതനെ ഈ കഴിഞ്ഞ നൂറ്റാണ്ട് കണ്ടിട്ടില്ലല്ലോ. സമൂഹമേ, കണ്ടിട്ടില്ല. അതൊരാൾക്കും നിഷേധിക്കാനും കഴിയില്ല, ഒരാൾക്കും കഴിയില്ല. ഇനി ഏത് സംഘടനയായാലും ഏത് ആളുകളാണെങ്കിലും ബഹുമാനപ്പെട്ട ശംസുൽ ഉലമാ റളിയല്ലാഹു അൻഹു, ബഹുമാനപ്പെട്ടവർക്കുള്ള ആ ശ്രേഷ്ഠതയെ ആർക്കും നിഷേധിക്കാൻ കഴിയില്ല. എന്നാൽ അവരുടെ മഹാപാണ്ഡിത്യം അത്രയുണ്ട്. ആ മഹാനവർകൾ ഹജ്ജിന് പോകുമ്പോൾ, ബഹുമാനപ്പെട്ട ശംസുൽ ഉലമാ ഹജ്ജിന് പോകുന്നതിന് മുൻപായിട്ട് പലരെയും സിയാറത്ത് ചെയ്തിട്ടുണ്ടാവും, പലരിടത്തും പോയിട്ടുണ്ടാവും, വഫാത്തായവരും ജീവിച്ചിരിക്കുന്ന എല്ലായിടത്തും പോയിട്ടാവും. കൂട്ടത്തിൽ ഒരു ചരിത്രം മാത്രം നിങ്ങൾ ഓർമ്മപ്പെടുത്താൻ വേണ്ടി പറഞ്ഞതാ. ബഹുമാനപ്പെട്ട ശംസുൽ ഉലമാ റളിയല്ലാഹു അൻഹു ഹജ്ജിനായി ഉദ്ദേശിച്ച സമയത്ത് ബഹുമാനമുള്ള ശൈഖുന ഖുത്ബുൽ ആലം നൂർ മുഹമ്മദ് അബൂബക്കർ മടവൂരി റളിയല്ലാഹു അൻഹു, ബഹുമാനപ്പെട്ട മടവൂർ ശൈഖുന റളിയല്ലാഹു അൻഹുവിൻ്റെ തിരുഹളറത്തിൽ ഹജ്ജിന് പോകുന്നത് സമ്മതം മേടിക്കാൻ, യാത്ര പറയാൻ ബഹുമാനമുള്ള ശൈഖുനാൻ്റെ ഹളറത്തിൽ ശംസുൽ ഉലമ വന്നു. ചരിത്രം വ്യക്തമല്ലേ? ശൈഖുന അന്ന് റൂം അടച്ചിട്ടിരിക്കുന്ന സമയമാണ്, ആളുകളെ ആരെയും കയറ്റാത്ത സമയമാണ്. എങ്കിലും ശംസുൽ ഉലമ വന്നപ്പോൾ കയറ്റി, അവിടെ കിടക്കുകയായിരുന്നു. കൂടെയുള്ളവർ ആ അനുഭവം വിവരിക്കുന്നത് നിങ്ങൾക്ക് കാണാൻ സാധിക്കും. ഞാൻ ചുരുക്കി പറയുക, ബഹുമാനമുള്ള ശൈഖുന പറഞ്ഞു, ഇക്കാക്കയും കൂട്ടരും റാഹത്തായി പോയി ഹജ്ജിന് പോയി തിരിച്ചു വരും. ഒന്നങ്ങോട്ട് പറയുമ്പോൾ അവർ പറഞ്ഞു, നോക്കൂ നിങ്ങൾ, അതൊരു പൊരുത്താണ്, അതൊരു ഗുരുത്താണ്. ശംസുൽ ഉലമ അത്രയും വലിയ ആളാണെങ്കിലും തൻ്റെ പഠിപ്പിച്ചൊരു ശിഷ്യൻ്റെ ഒരു ശിഷ്യന്മാരുടെ കൂട്ടത്തിൽ ബഹുമാനപ്പെട്ട ശൈഖുന പഴയകാലത്ത് ശിഷ്യനാണ്. എങ്കിൽ പോലും അവരുടെ ഉന്നതമായ ദർജയും മഹത്വമൊക്കെ മനസ്സിലാക്കിയപ്പോൾ ശംസുൽ ഉലമ ഒരു കാലത്ത്
ബഹുമാനമുള്ള ഷെയ്ഖുന ഖുതുബുൽ ആലം സി എം വലിയുല്ലാഹി ബഹുമാനപ്പെട്ട മടവൂർ ഷെയ്ഖുനായുടെ മുന്നിൽ നടക്കുന്ന ഒരു കാലഘട്ടം ഉണ്ടായിട്ടുണ്ടെങ്കിൽ അതേ ശംസുൽ ഉലമ പിൽക്കാലത്ത് ബഹുമാനപ്പെട്ട ഷെയ്ഖുന ഖുതുബുൽ ആലം നൂർ മുഹമ്മദ് അബൂബക്കർ മടവൂരി റളിയല്ലാഹു അൻഹുവിനെ മുന്നിലും ശംസുൽ ഉലമ പിന്നിലും നടന്നൊരു കാലഘട്ടം ഉണ്ടായിട്ടുണ്ട്. ഇത് ദൃക്സാക്ഷികളായ ബഹുമാനപ്പെട്ട ശംസുൽ ഉലമയുടെ ശിഷ്യന്മാർ തന്നെ എന്നോട് നേരിട്ട് പറഞ്ഞത്, അവർ കണ്ടത് നേരിട്ട് പറഞ്ഞത് എനിക്ക് അനുഭവമാണ്. അതുകൊണ്ടാണ് പറയുന്നത്. ഞാൻ എന്തിനാ അത് ഉദ്ധരിച്ചതെന്ന് ചോദിച്ചാൽ, അത്രയും വലിയ പാണ്ഡിത്യമുള്ളവർ പോലും ചെയ്യുന്നത് ഇങ്ങനെയാണ്. മഹാന്മാരെ കണ്ട് അവരോട് യാത്ര പറയുക. അവർ ജീവിച്ചിരിക്കുന്നവരാണെങ്കിലും അവർ വഫാത്തായവരാണെങ്കിൽ പോലും അവരുടെ ഹദ്റത്തിൽ നമ്മൾ ചെല്ലണം. ചെന്നിട്ട് നമ്മുടെ നാട്ടിലും നമുക്ക് ബന്ധമുള്ളവരും, അത് നാട് എന്നല്ല എവിടെയാണെങ്കിലും നമുക്ക് ബന്ധമുള്ളവരുടെ ഹദ്റത്തിൽ നമ്മൾ ചെന്ന് അവരോട് നാം യാത്ര പറയണം, ദുആ ചെയ്യണം. അവിടെ പോയി അവരോട് നാം മനസ്സുകൊണ്ട് പറയണം, ഇങ്ങനെ ഉംറ പോകാൻ വേണ്ടി റബ്ബിൻ്റെ ഹദ്റത്തിലേക്ക്, മുത്ത് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ വിശുദ്ധ റൗള ശരീഫിലേക്ക്, വിശുദ്ധമായ മുത്ത് റസൂലുള്ളാഹിൻ്റെ ഹദ്റത്തിലേക്ക് പോകാൻ വേണ്ടി ഉദ്ദേശിച്ചിട്ടുണ്ട് എന്ന് നമ്മൾ പറയണം. അവിടുത്തെ ശഫാഅത്ത് വേണമെന്ന് പറയണം. കാരണം എന്താ? അള്ളാഹിൻ്റെ റസൂലിൻ്റെ അടുത്തേക്ക് പോകുമ്പോൾ അള്ളാഹിൻ്റെ റസൂലിൻ്റെ ആളുകളാണിവർ, ഔലിയാക്കന്മാർ, റസൂലുള്ളാഹിൻ്റെ ഖലീഫമാർ, പ്രതിനിധികളാണ്. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി തങ്ങളുടെ ദീൻ നടത്താൻ വേണ്ടി മുത്ത് റസൂലുള്ള ലോകത്തേക്ക് നിയോഗിച്ചയച്ച ആളുകളാണ് ഇവരെല്ലാം, ഈ മഹാന്മാരായ ഔലിയാക്കന്മാർ. അതുകൊണ്ട് അവരെ കണ്ട് അവരടുത്ത് ചെന്ന് നാം ദുആ ബർക്കത്ത് തേടി ഫാത്തായവരെ ജീവിച്ചവരൊക്കെ ഉസ്താദ്മാരെയൊക്കെ കണ്ടതിന് ശേഷമാണ് നമുക്ക് അടുത്ത കാര്യം. വീട്ടിൽ ഒരു മൗലൂദ് നടത്തണം. വീട്ടിൽ നമ്മുടെ കുടുംബത്തിനെ വേണ്ടപ്പെട്ടവരൊക്കെ വിളിച്ചിട്ട് നമ്മുടെ വീട്ടിൽ ഒരു ബദർ മൗലൂദ് നടത്തണം. സിയാറത്തിന് ശേഷം നമ്മുടെ വീട്ടിൽ മുത്ത് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി തങ്ങളുടെ മങ്കൂസ് മൗലൂദിനോടൊപ്പം തന്നെ ചേർത്തിട്ട് ബദരീങ്ങളുടെ നാമം ഉച്ചരിച്ചു കൊണ്ടുള്ള ആ ബദർ മൗലൂദ് തന്നെ കഴിയുമെങ്കിൽ നമ്മുടെ വീട്ടിൽ നടത്തണം. കാരണം എന്താ? ഒരു യാത്ര പോകുമ്പോൾ എപ്പോഴും ബദരീങ്ങളെ തപസ്സുലാക്കി ബദരീങ്ങളുടെ പേരിൽ ഓതി അവരുടെ മൗലിദ് വളരെ പുണ്യമാണ്. കാരണം അപ്പോഴാണ് നമ്മുടെ വീടിനും നമ്മുടെ കുടുംബത്തിനും നമ്മുടെ യാത്രയിലൊക്കെയും ബദരീങ്ങളുടെ കാവലുണ്ടാവും. റബ്ബ് നമ്മളെ കാത്തുരക്ഷിക്കും. ബദരീങ്ങളുടെ ബർക്കത്ത് കൊണ്ട് അള്ളാഹു നമ്മൾ കാക്കും. ബദരീങ്ങളുടെ കാവൽ നമുക്കുണ്ടാവും. അത് നമുക്ക് നിർബന്ധമാണ്. എന്ന് പറഞ്ഞാൽ നിർബന്ധം എന്നല്ല, നമ്മുടെ ജീവിതത്തിൽ നമുക്ക് ഒരു ഉംറ എന്നും ഉംറക്ക് പോകില്ലല്ലോ. ഉംറയ്ക്ക് എന്നും പോകുന്ന കാര്യമില്ല. ഉംറക്ക് ഒരുങ്ങുമ്പോൾ ചെയ്യേണ്ട വളരെ പ്രധാനപ്പെട്ട കാര്യങ്ങൾ നമ്മൾ പറഞ്ഞുകൊണ്ടിരിക്കുന്നത്. വീട്ടിൽ ഒരു മൗലിദ് കഴിക്കുക, പ്രത്യേകിച്ച് ബദർ മൗലിദ് ഉൾപ്പെടുത്തിക്കൊണ്ട് തന്നെ മൗലിദ് കഴിക്കുക. നമ്മൾ തന്നെ കഴിച്ചാലും മതി, ഒരാൾ വിളിച്ചോളണമെന്നില്ല. വിളിച്ചാലും നല്ലത്, വിളിച്ചില്ലെങ്കിലും അത് കഴിക്കാവുന്നതാണ്. ഇനി മറ്റൊന്ന്, ഉംറക്ക് പോകുന്നതിൻ്റെ മുൻപായി നാം ചെയ്യേണ്ട മറ്റൊരു കാര്യം, ഉംറക്ക് പോകുന്നതിൻ്റെ തലേ ദിവസം, നാളെയാണ് യാത്രയെങ്കിൽ തലേ ദിവസം തന്നെ, അന്നത്തെ ദിവസത്തേക്ക് നമുക്ക് ചിലപ്പോൾ തിരക്കാവും, നമ്മുടെ ശരീരം മുഴുവനും നമ്മൾ വൃത്തിയാക്കണം. ശരീരത്തിൽ നഖം, മുടി, അതുപോലെ കക്ഷത്തിലും ഗുഹ്യ ഭാഗത്തൊക്കെ ഉള്ള രോമങ്ങളെല്ലാം ഒഴിവാക്കണം. നമ്മൾ ഇഹ്റാം ചെയ്ത് കഴിഞ്ഞാൽ പിന്നെ നമ്മുടെ ഒരു രോമം പോലും കൊഴിയാൻ പറ്റില്ല. അതിന് ഫിദിയ കൊടുക്കേണ്ടി വരും. അത് ഭയങ്കര വിഷയങ്ങളാണ്. പിന്നെ അത് ആടിനറുത്ത് കൊടുക്കലും അങ്ങനെയൊക്കെ ആയിട്ട് ഭയങ്കര, അറിഞ്ഞു വെച്ച് ചെയ്താൽ ഹറാമാണ്, കുറ്റാണ്, ഭയങ്കര തെറ്റാണ്. അറിയാതെ പോയാൽ പോലും അതിന് ഫിദിയ കൊടുക്കേണ്ടി വരും. അതുകൊണ്ട് ഒരു രോമം പോലും കൊഴിയാൻ പാടില്ല എന്നാണ്. അപ്പോൾ അതുകൊണ്ട് തന്നെ നമ്മൾ നഖം, മുടി ഇതെല്ലാം ഒഴിവാക്കേണ്ടത്, കൂടിയത് മീശ, താടി ഇതൊക്കെ വൃത്തിയാക്കേണ്ടതൊക്കെ വൃത്തിയാക്കി കളയേണ്ട രോമങ്ങൾ, ഗുഹ്യസ്ഥാനത്ത് കക്ഷത്തിൽ നിന്നൊക്കെ രോമങ്ങളൊക്കെ കളഞ്ഞ് വളരെ വൃത്തിയായിട്ട്, എത്രത്തോളം എന്ന് പറഞ്ഞാൽ പണ്ഡിതന്മാർ രേഖപ്പെടുത്തി കാണാം, സ്ത്രീകൾക്ക് ഹൈദുള്ള സമയമാണ് എങ്കിൽ, അവർ കുളിക്കുന്നതിന് മുൻപാണ് എങ്കിൽ പോലും ഉംറക്ക് പോകുന്നതിൻ്റെ തൊട്ട് മുൻപായിട്ട് അവർക്ക് വേറെ സമയമില്ല. നാളെ ഉംറക്ക് യാത്ര ഇറങ്ങണം. അവർ നാളെ അവർക്ക് കുളിക്കുകയുള്ളൂ. ഇന്ന് അവർ കുളിച്ചിട്ടില്ല. പക്ഷെ അവർക്ക് ഇന്ന് തന്നെ ഇത് വൃത്തിയാക്കണമെങ്കിൽ അതവർക്ക് വൃത്തിയാക്കാവുന്നതാണ്. ഹൈലുകാരിയാണെങ്കിൽ പോലും അത് വൃത്തിയാക്കണമെന്നാണ്. അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ അവർക്കത് അനുവദനീയാണെന്നാണ്. എന്തുകൊണ്ടാണ്? ഉംറക്ക് പോകുമ്പോൾ അത്രയും ശരീരവും മനസ്സും ശുദ്ധിയാവണം. മനസ്സ് മാത്രമല്ല, ശരീരവും ശുദ്ധിയാവണം. അള്ളാഹിൻ്റെ ഹദ്റത്തിലേക്കല്ലേ നമ്മൾ പോകുന്നത്. ഒരഴുക്കും അവശേഷിക്കാൻ പാടില്ല. അങ്ങനെ നാം കുളിച്ച് വൃത്തിയായി, നല്ല രീതിയിലൊന്ന് കുളിച്ച് വൃത്തിയായി, എണ്ണയൊക്കെ നമുക്ക് പൂശി നന്നായിട്ടൊന്ന് കുളിക്കാം. കാരണം എന്താ? ഉംറക്ക് ഇഹ്റാം ചെയ്താൽ പിന്നെ നമുക്ക് എണ്ണ പൂശാനൊന്നും കഴിയില്ല. അപ്പോൾ എണ്ണ തേച്ചിട്ട് തന്നെ നല്ല രീതിയിൽ സോപ്പൊക്കെ ഇട്ട് എണ്ണയൊക്കെ തേച്ച് നന്നായി തന്നെ കുളിക്കണം. ശരീരം വൃത്തിയായിട്ട് കുളിക്കണം. ചിലർക്ക് ചോദിക്കാറുണ്ട്, കുളിക്കണ സമയത്ത് സോപ്പിടാൻ പറ്റുമോ ഉസ്താദേ, എണ്ണ തേക്കാൻ പറ്റുമോ ഉസ്താദേ? അതൊന്നും ഇപ്പോഴല്ല, അതൊക്കെ ഇഹ്റാമിൻ്റെ ശേഷമാണ്. ഇഹ്റാം ചെയ്തതിൻ്റെ ശേഷം ആൾ മാറി. ഇപ്പം നമ്മൾ ഇഹ്റാം ചെയ്തിട്ടില്ല, നമ്മൾ ഉംറക്ക് പോകാൻ വേണ്ടി ഒരുങ്ങിക്കൊണ്ടിരിക്കുക.
ഇഹ്റാം ചെയ്യാൻ പറയുന്നത് അതിന് വരാൻ പോകുന്നുണ്ട്. ഇഹ്റാം ചെയ്ത് കഴിഞ്ഞാൽ ഒട്ടേറെ കാര്യങ്ങൾ നമുക്ക് ഹറാമാകും. മുൻപ് അനുവദനീയമായ പല കാര്യങ്ങളും ഇഹ്റാം ചെയ്യലോട് കൂടെ ഹറാമായി മാറും, നിഷിദ്ധമായി മാറും. അത് ഇഹ്റാമിൻ്റെ ശേഷമാണ്, ഇഹ്റാമിൻ്റെ മുമ്പല്ല. ഇപ്പോൾ നമ്മൾ ഇഹ്റാം ഒന്നും ചെയ്തിട്ടില്ലല്ലോ, അതുകൊണ്ട് തന്നെ എണ്ണ തേച്ച് സോപ്പിട്ട് നന്നായി വിസ്തരിച്ച് നമ്മൾ കുളിക്കണം. അടുത്തത് ഇഹ്റാമിൻ്റെ കുളിയാണ്. ഇഹ്റാം നാം ചെയ്യുന്നത് ഫ്ലൈറ്റ് കയറാൻ തൊട്ട് മുമ്പ് എയർപോർട്ടിൽ എമിഗ്രേഷനൊക്കെ കഴിഞ്ഞ് നമ്മൾ ഫ്ലൈറ്റ് കയറാൻ വേണ്ടിയിട്ട് വെയിറ്റ് ചെയ്ത് നിൽക്കുന്ന ആ സ്ഥലത്ത് അവിടെ പള്ളിയും ഇതൊക്കെ ഉണ്ടല്ലോ, അവിടെ വച്ചിട്ടാണ് അമീർ നിങ്ങൾക്ക് ഇഹ്റാമിൻ്റെ നിയ്യത്ത് പറഞ്ഞു തരുന്നതും അവിടെ വച്ചിട്ടാണ് നാം ഇഹ്റാം ചെയ്യുന്നത്. ഇഹ്റാം ചെയ്യുക എന്ന് പറഞ്ഞാൽ ഉംറക്ക് നമ്മൾ നിയ്യത്ത് നിസ്കാരത്തിനൊക്കെ വെക്കുന്നത് പോലെ നവൈത്തു സൗമകതിന് നോമ്പിന് നമ്മൾ നിയ്യത്ത് വെക്കും. അതുപോലെ നവൈത്തു അല്ലെങ്കിൽ ഉസല്ലി ഫർള സ്വലാത്ത് നമ്മൾ നിസ്കാരത്തിന് നിയ്യത്ത് വെക്കുമല്ലോ, അതുപോലെ നമ്മൾ നിയ്യത്ത് വെക്കുക, അതിനെയാണ് നമ്മൾ ഇഹ്റാം ചെയ്യുക എന്ന് പറയുന്നത്, വേറൊന്നുമല്ല. അപ്പോൾ ആ ഇഹ്റാം ചെയ്യാന്ന് പറയുന്നത് അത് ഉംറക്ക് നിയ്യത്ത് വെക്കുന്ന ഉംറയുടെ നിയ്യത്ത്, എല്ലാ അമലുകൾക്കും നിയ്യത്തുണ്ടല്ലോ, ആ ഉംറയുടെ നിയ്യത്ത് വെക്കുന്നത് അത് നമ്മൾ എയർപോർട്ടിൽ വെച്ചിട്ടാണ്. എയർപോർട്ടിൽ എമിഗ്രേഷനൊക്കെ കഴിഞ്ഞതിന് ശേഷം കേട്ടോ, എയർപോർട്ടിൽ കയറി ലഗേജൊക്കെ കൊടുത്തു വിട്ട് എല്ലാ ചെക്കപ്പും കഴിഞ്ഞ് എമിഗ്രേഷനെല്ലാം കഴിഞ്ഞ് ലാസ്റ്റ് ഫ്ലൈറ്റിൽ കയറുന്നതിന് മുമ്പായിട്ട് അവിടെ പള്ളിയും ഒക്കെ ഉണ്ട്, അവിടെ വെയിറ്റ് ചെയ്തിരിക്കുമ്പോഴാണ് ഇഹ്റാം ചെയ്യുന്നതെന്നുള്ള കാര്യം പ്രത്യേകം ശ്രദ്ധിക്കണം. ആരും ഇഹ്റാം ചെയ്തിട്ടില്ല എപ്പോഴാണ് ചെയ്യണം അങ്ങനെ വേണ്ട, ഇഹ്റാം ചെയ്യുന്നത് അപ്പോഴാണ്. കാരണം ഓരോരുത്തർക്കും ഓരോ മീഖാത്താണുള്ളത്. ഇഹ്റാം ചെയ്യുന്നവർക്കൊക്കെ ഓരോ മീഖാത്തുണ്ട്. ഇന്ത്യക്കാർക്കുള്ള മീഖാത്ത് നമ്മൾ ഫ്ലൈറ്റിലിരിക്കുമ്പോൾ അതിൻ്റെ ഏകദേശം ആ ഭാഗത്ത് കൂടെ കടന്നു പോവുകയാണ് ചെയ്യുക. അപ്പോൾ നമ്മൾ ജിദ്ദയിൽ പോയി ഇറങ്ങുമ്പോൾ നമ്മൾ ഇഹ്റാമിലല്ലാതെ പോയി ഇറങ്ങിയാൽ കുറ്റക്കാരായി പോകും. അതുകൊണ്ട് തന്നെ നമ്മൾ ഫ്ലൈറ്റിൽ കയറുന്നതിന് മുമ്പ്, കാരണം ഫ്ലൈറ്റ് ഓടുമ്പോൾ നമ്മൾ എവിടെ വെച്ചിട്ടാണെന്നൊന്നും പറയാൻ പറ്റില്ല, നമ്മൾ പല സ്ഥലത്തായിരിക്കും ഇരിക്കുന്നത്. അപ്പോൾ മീഖാത്തിൽ എത്തുന്നതിന് മുമ്പേ നമ്മൾ ഇഹ്റാമിലായിരിക്കണം എന്നാണ് നിയമം. അതുകൊണ്ട് തന്നെ എയർപോർട്ടിൽ വെച്ചിട്ട് നമ്മൾ ഇഹ്റാം ചെയ്യും. അഥവാ ഇഹ്റാം ചെയ്ത് കഴിഞ്ഞാൽ നിയമങ്ങളൊക്കെ മാറുകയും ചെയ്യും. ഇൻഷാ അല്ലാഹ് നമുക്ക് പിന്നീട് വിശദീകരിക്കാം. അപ്പോൾ ഇഹ്റാമിൻ്റെ മുൻപ് നമുക്കൊരു കുളിക്കൽ സുന്നത്തുണ്ട്. ആ കുളി, ഇഹ്റാമിൻ്റെ കുളി നാം വീട്ടിൽ നിന്ന് കുളിക്കണം. കാരണം എന്താ, എയർപോർട്ടിൽ എത്തിക്കഴിഞ്ഞാൽ നമ്മൾ ചെക്കപ്പും എമിഗ്രേഷനൊക്കെ കഴിഞ്ഞ് ഫ്ലൈറ്റ് കാത്ത് വെയിറ്റ് ചെയ്ത് അവിടെ ഇരിക്കുന്ന അവിടെ സ്ഥലത്ത് അവിടെ പോയിരുന്ന് കുളിക്കലൊന്നും നടക്കില്ല. അപ്പോൾ ഇഹ്റാമിന് മുമ്പ് കുളിക്കൽ ശക്തിമത്തായ സുന്നത്താണ്. ഇഹ്റാമിൻ്റെ കുളി നാം വീട്ടിൽ നിന്ന് കുളിക്കണം. ഇഹ്റാമിൻ്റെ കുളി എന്ന് നിയ്യത്ത് ചെയ്തിട്ട് വീട്ടിൽ നിന്ന് തന്നെ ഇഹ്റാമിൻ്റെ കുളി കുളിക്കണം, നന്നായിട്ടൊന്ന് കുളിക്കണം. അതുപോലെ തന്നെ യാത്രക്ക് ഇറങ്ങുന്നതിന് മുൻപ് ഒന്ന് കുളിക്കൽ സുന്നത്തുണ്ട്. വിശുദ്ധമായ മക്കയിലേക്ക് പ്രവേശിക്കുന്നതിന് മുമ്പ് ഒന്ന് കുളിക്കൽ സുന്നത്തുണ്ട്. വിശുദ്ധമായ കഅബാലയം കാണാൻ വേണ്ടി പോകുന്നതിന് മുമ്പ് കുളിക്കൽ സുന്നത്താണ്. കുളിച്ചിട്ടാണ് പോകേണ്ടത്. അതൊക്കെ ഇതെല്ലാ കുളിയും വീട്ടിൽ നിന്ന് തന്നെ കുളിക്കണം. എന്താ കാരണം, വീട്ടിൽ നിന്ന് ഈ കുളി കുളിച്ചാൽ ഈ കുളി എല്ലാത്തിനും മതിയാവും. യാത്രക്ക് പോകുമ്പോഴുള്ള കുളിക്കും മക്കയിലേക്ക് പ്രവേശിക്കാൻ മുമ്പ് സുന്നത്തായ കുളിയും ഒക്കെയും ഈ ഒരു കുളിയിലുണ്ട്. ആ കുളിയിൽ നിയ്യത്ത് ചെയ്താൽ മതി. പിന്നെ നമുക്ക് കുളിക്കാൻ പറ്റില്ല. പിന്നെ നമ്മൾ നേരെ റൂമിലേക്ക് എത്തിയാൽ കുളിക്കാൻ നിന്നാൽ നമ്മുടെ രോമങ്ങളൊക്കെ കൊഴിഞ്ഞു പോയാൽ വലിയ കുറ്റമാണ്, അത് വലിയ തെറ്റാണ്. അതുകൊണ്ട് പിന്നെ ഇഹ്റാം ചെയ്താൽ പിന്നെ കുളിക്കില്ല. ഇഹ്റാം ചെയ്താൽ പിന്നെ നമ്മൾ നേരെ കഅബത്തിങ്ങോട്ട് എത്തി നമ്മുടെ ഉംറ നിർവഹിച്ചതിന് ശേഷമാണ് പിന്നെ കുളിക്കുള്ളൂ. അതുകൊണ്ട് ഇഹ്റാമിൻ്റെ മുമ്പ് സുന്നത്തായ കുളിയും യാത്രയുടെ മുമ്പ് സുന്നത്തായ കുളിയും മക്കയിൽ പ്രവേശിക്കുന്നതിന് മുമ്പ് സുന്നത്തായ കുളിയും എല്ലാം വീട്ടിൽ നിന്ന് നമ്മൾ കുളിക്കുമ്പോൾ നിയ്യത്ത് ചെയ്ത് കുളിക്കണം. നന്നായിട്ട് ഉളു എടുക്കണം, കുളിച്ച് ഉളുവൊക്കെ എടുക്കണം കേട്ടോ. നമ്മൾ ഉംറക്ക് പോകാൻ വേണ്ടി ഒരുക്കങ്ങളൊക്കെ ഒരുങ്ങി ബാഗും സാധനങ്ങളൊക്കെ നമ്മളെ സാമഗ്രികളൊക്കെ കെട്ടി സെറ്റാക്കി വെക്കണമല്ലോ പോകുമ്പോൾ കൊണ്ടുപോകാൻ വേണ്ടിയിട്ട്. അപ്പോൾ ഹാൻഡ് ബാഗ് ഉണ്ടാവും, നമുക്ക് നൽകപ്പെട്ട ഹാൻഡ് ബാഗ് ഉണ്ടാവും, ലഗേജ് ബാഗ് ഉണ്ടാവും. ഹാൻഡ് ബാഗിൽ പ്രത്യേകം ശ്രദ്ധിക്കേണ്ട കാര്യം എന്താ പറയുക, നമുക്ക് അവിടെ ചെല്ലുമ്പോൾ നമുക്ക് ഉപയോഗിക്കാനുള്ള സാധനങ്ങളുണ്ടാവും. നമ്മൾ കത്രിക, അതുപോലെ തേനോ അല്ലെങ്കിൽ എണ്ണ അല്ലെങ്കിൽ വെളിച്ചെണ്ണ, ഷേവിങ് സെറ്റ്, ബ്ലേഡ്, പിന്നെ നമുക്ക് ചെന്നിട്ട് കഴിക്കാനുള്ള മരുന്നുകൾ, ഇംഗ്ലീഷ് മരുന്നുകളൊക്കെ ഉണ്ടാവുമല്ലോ, ഇതൊന്നും ഹാൻഡ് ബാഗിൽ വെക്കരുത്. ഇതൊക്കെ നമുക്ക് ആവശ്യമാണ്. ഇതൊക്കെ നമ്മൾ ലഗേജിൽ വച്ചേക്കണം. കയ്യിലൊരു ഹാൻഡ് ബാഗ്, നിങ്ങൾക്ക് കയ്യിൽ ഇടാനൊരു ഹാൻഡ് ബാഗ് ഉണ്ടാവും അതിൽ. കാരണം എന്താണെന്ന് വെച്ചാൽ നമ്മൾ എയർപോർട്ടിലേക്ക് എത്തിക്കഴിഞ്ഞാൽ ഹാൻഡ് ബാഗ് നമ്മുടെ കയ്യിൽ തന്നെ ഉണ്ടാവും. ലഗേജ് അത് സീലൊക്കെ വെച്ച് അതിനെ സ്റ്റിക്കറൊക്കെ ഒട്ടിച്ച് ലഗേജ് അങ്ങനെ വേറെ കയറിപ്പോവും. അതാണ് നമ്മുടെ കയ്യിലുള്ള ഹാൻഡ് ബാഗിൽ ഈ സാധനങ്ങൾ എന്തെങ്കിലും ഉണ്ടെങ്കിൽ അവിടെ ചെക്കിങ്ങിന് ചെന്നാൽ ഭയങ്കര പ്രശ്നമാണ്. ചെക്കിങ്ങിന് ചെന്നാൽ ഒരു കത്രിക കണ്ടാൽ പിന്നെ അത് മതി.
അതെടുത്ത് കളയലും അതാക്കലും ഇങ്ങനെ ആക്കലും ചെക്ക് ഭയങ്കര കുഴപ്പമാവും. അപ്പോൾ അങ്ങനത്തുള്ള ഒരു സാധനവും നമ്മുടെ ഹാൻഡ് ബാഗിൽ വെക്കരുത്. അത് വളരെ ശ്രദ്ധിക്കണം. നമുക്ക് ആവശ്യമുള്ള സാധനങ്ങളൊക്കെ ഇതുപോലെ കത്രികയും ഷേവിങ് സെറ്റും ബ്ലേഡും തേനും എണ്ണയും വെളിച്ചെണ്ണയും ഒക്കെ നമ്മൾ ലഗേജിൽ മാത്രം വയ്ക്കുക. അതുപോലെ അച്ചാറ് ഐറ്റംസൊക്കെ ഉണ്ടാവുമല്ലോ പലരയിൽ, അതൊന്നും ഹാൻഡ് ബാഗിൽ വെക്കരുത് കേട്ടോ. മരുന്ന് കൂടുതലായിട്ട് ഉപയോഗിക്കാനുള്ള മരുന്നുകളൊന്നും, നമുക്കിപ്പോൾ ഒരു നേരത്തേക്കുള്ള മരുന്നൊക്കെ ഇനി അതൊക്കെ നമുക്ക് 5 മണിക്കൂർ 6 മണിക്കൂർ യാത്രയല്ലേ ഉള്ളൂ. മരുന്നുകളൊന്നും അതൊന്നും ഹാൻഡ് ബാഗിൽ വെക്കണ്ട, അതെല്ലാം ലഗേജിൽ പൊക്കോട്ടെ, ലഗേജിലേക്ക് വെക്കുക. പ്രത്യേകം ശ്രദ്ധിക്കേണ്ട കാര്യം, പുരുഷന്മാർ ഹാൻഡ് ബാഗിൽ ഇഹ്റാമിൻ്റെ 2 ജോഡി വസ്ത്രം എന്ന് പറഞ്ഞാൽ 1 ജോഡി, 2 ജോഡി വേണ്ട, 1 ജോഡി ലഗേജിലും വെക്കണം, 1 ജോഡി ഹാൻഡ് ബാഗിലും വെക്കണം. 1 ജോഡി വസ്ത്രം, ഇഹ്റാമിൻ്റെ വസ്ത്രം, നമുക്ക് ഉടുക്കാനുള്ളൊരു മുണ്ടും പുതയ്ക്കാനുള്ള ഒരു മേൽമുണ്ടും ഒരു തട്ടവും. 2 മുണ്ടുണ്ടാവും. ഇഹ്റാമിന് 2 മുണ്ടാണുള്ളത്, 1 മുണ്ട് ഉടുക്കാനും 1 മുണ്ട് പുതയ്ക്കാനും. ഈ 2 മുണ്ട് പുരുഷന്മാർ അവരുടെ ഹാൻഡ് ബാഗിൽ നിർബന്ധമാണ്. അതുകൊണ്ട് എഴുതി തന്നെ വെക്കലോട്ട് മറക്കരുത്. അത് മറന്ന് ലഗേജിൽ കയറ്റി ഇട്ടാൽ എന്താ ഉണ്ടാവുകയെന്നറിയോ? നമ്മൾ ലഗേജിൽ നമ്മുടെ ഉംറയുടെ ഡ്രസ്സൊക്കെ നമ്മൾ ലഗേജിൽ കയറ്റി വിട്ടു, അങ്ങനെ ഹാൻഡ് ബാഗ് തോളത്തിട്ട് വന്നു. നമ്മൾ ഇഹ്റാം ചെയ്യേണ്ട എവിടെ നിന്നാ? നമ്മൾ ഇഹ്റാം ചെയ്യണത് ലഗേജൊക്കെ കൊടുത്ത് കയറ്റി വിട്ട് സ്റ്റിക്കർ ഒട്ടിച്ച് വിട്ട് നമ്മുടെ എമിഗ്രേഷനൊക്കെ കഴിഞ്ഞ് നമ്മൾ ഫ്ലൈറ്റ് കയറാൻ വേണ്ടിയിട്ട് ഇരിക്കുന്ന സ്ഥലമുണ്ട്. അവിടെ നമുക്ക് സൗകര്യങ്ങളൊക്കെ ഉണ്ട്, പള്ളി ഉണ്ടാവും, ടോയ്ലറ്റൊക്കെ ഉണ്ടാവും. അവിടെ നിന്നാണ് നമ്മൾ നെടുമ്പാശ്ശേരി നിന്നാണെങ്കിൽ നെടുമ്പാശ്ശേരിയിൽ നിന്ന്, കരിപ്പൂരിൽ നിന്നാണെങ്കിൽ കരിപ്പൂരിൽ നിന്ന്, അവിടെ സൗകര്യങ്ങളൊക്കെ ഉണ്ടാവും. പള്ളി ഉണ്ടാവും, ഒതുക്ക സ്ഥലങ്ങളും കാര്യങ്ങളൊക്കെ എയർപോർട്ടിൻ്റെ അകത്ത് ഫ്ലൈറ്റ് കയറുന്നതിന് തൊട്ട് മുമ്പായിട്ട് നമ്മൾ വെയിറ്റ് ചെയ്തിരിക്കുന്ന സ്ഥലത്ത് ഉണ്ടാവും. അവിടെ നമ്മൾ ഇഹ്റാം ചെയ്യേണ്ടത്. ഇഹ്റാം ചെയ്യാൻ നേരത്ത് ഡ്രസ്സ് അന്വേഷിക്കുമ്പോഴാണ് അല്ലോ ഡ്രസ്സ് എടുത്തിട്ടില്ല, പിന്നെ എങ്ങനെ ഇഹ്റാം ചെയ്യും? ഒന്നും ചെയ്യാൻ പറ്റില്ല. പിന്നെന്താ ചെയ്യുക? ഷർട്ടും മുണ്ടും പാടില്ല. ഇഹ്റാം ഡ്രസ്സ് എന്ന് പറഞ്ഞാൽ അതിനായിട്ടൊരു ഡ്രസ്സാണത്. ചുറ്റി തുന്നപ്പെട്ട ഒരു വസ്ത്രവും പുരുഷന്മാർക്ക് ധരിക്കാൻ പാടില്ല. ഹറാമാണ്. ഇഹ്റാം സ്വഹീഹല്ല, ഇഹ്റാം ചെയ്യാൻ പറ്റില്ല. അതുകൊണ്ട് അത് മറന്നുപോയാൽ പിന്നെ എന്താ ചെയ്യാന്ന് പറയാൻ പറ്റില്ല. പിന്നെ എന്താ ചെയ്യുക? പിന്നെ എവിടെ നിന്നാണ് ആ ഡ്രസ്സ് കിട്ടുക? നടക്കൂല. അത് ഭയങ്കര ബുദ്ധിമുട്ടാണ്. ആ സംഭവം തന്നെ വലിയ ബുദ്ധിമുട്ടായി മാറും. അതുകൊണ്ട് തന്നെ ഹാൻഡ് ബാഗിൽ നിർബന്ധമായും പുരുഷന്മാർ 1 ജോഡി ഇഹ്റാമിൻ്റെ ഡ്രസ്സ് വയ്ക്കാൻ മറക്കരുത്. സ്ത്രീകൾക്ക് പിന്നെ അവരുടെ ഡ്രസ്സ് എന്ന് പറയുക പ്രത്യേക ഡ്രസ്സൊന്നുമല്ല. സ്ത്രീകൾക്ക് മുഖവും മുൻകൈയും മറക്കരുതെന്ന് മാത്രമേ ഉള്ളൂ. ബാക്കി എല്ലാം മറക്കണം. അവരുടെ ഹാൻഡ് ബാഗിൽ സോക്സ് ഉണ്ടാകണം. അവർക്ക് സോക്സ് ഇട്ടിട്ട് നിസ്കാര സമയത്ത് നിസ്കരിക്കാനും കാര്യങ്ങൾക്കൊക്കെ അവർക്ക് സോക്സ് ഇട്ടാൽ കാല് മറഞ്ഞല്ലോ, പിന്നെ അവർക്ക് വേറൊന്നും വേണ്ടല്ലോ. മുഖത്തിൽ ഹിജാബും മക്കനൊക്കെ അവരുടെ എപ്പോഴും ഉള്ളത് തന്നെയാണല്ലോ. കൈയും മുഖവും ഒഴിച്ച് ബാക്കി എല്ലാവരും മറച്ചിരിക്കണം. ഒരു മുടി പോലും പുറത്ത് കാണാൻ പാടില്ല. സ്ത്രീകൾ അങ്ങനെ തന്നെയാണ്, എപ്പോഴും അവരുടെ അവർക്ക് അങ്ങനെ തന്നെയാണ്, നാട്ടിലായാലൊക്കെ അങ്ങനെ തന്നെയാണ്. സ്ത്രീകൾക്ക് പ്രത്യേകിച്ച് ഡ്രസ്സ് വേണ്ട. അപ്പോൾ ഇങ്ങനെ. അതുപോലെ പുരുഷന്മാർ ശ്രദ്ധിക്കേണ്ട മറ്റൊരു കാര്യം, അവർ വീട്ടിൽ നിന്ന് ഇറങ്ങുമ്പോൾ ഷൂ ഇട്ട് ഇറങ്ങരുത്. ഷൂ ഒഴിവാക്കണം. ഷൂവും സോക്സും ഒന്നും പുരുഷന്മാർക്ക് പറ്റില്ല. ഇനി ഉംറ പോയിട്ട് തിരിച്ചു വന്നാലും മതി ഷൂവും സോക്സൊക്കെ. അല്ലെങ്കിൽ മക്കത്തുനിന്ന് എല്ലാ ഉംറകളും കഴിഞ്ഞ് മദീനത്തേക്ക് പോകുമ്പോൾ വേണമെങ്കിൽ നിങ്ങൾക്ക് ഷൂവും സോക്സൊക്കെ ഇടാം. മക്കത്തേക്ക് പോകുമ്പോൾ ഷൂവും വേണ്ട, സോക്സ് ഒന്നും പുരുഷന്മാർക്ക് വേണ്ട. 2 മുണ്ട് മാത്രം. ചെരുപ്പാണെങ്കിലോ ഹവായ് ചെരുപ്പില്ലേ, വാർ ചെരുപ്പ്, അത് മാത്രമേ പറ്റുള്ളൂ. മുൻപും പിമ്പും ഇങ്ങനെ പൊങ്ങി നിൽക്കുന്ന ഷൂ പോലത്തെ ഐറ്റംസ് ഉള്ള ഒരു ചെരുപ്പും പറ്റില്ല. വാർ ചെരുപ്പുണ്ടല്ലോ, ഹവായ് ചെരുപ്പ്, അത് മാത്രമാണ് പുരുഷന്മാർ ധരിക്കേണ്ടതുള്ളൂ. വീട്ടിൽ നിന്ന് ഇറങ്ങുമ്പോൾ തന്നെ ഹവായ് ചെരുപ്പ് ഇട്ടിട്ട് തന്നെ ഇറങ്ങാൻ ശ്രമിക്കുക. അല്ലെങ്കിൽ പിന്നെ ആ ഷൂ നമ്മൾ ഏറ്റി നടക്കണം. ഷൂ പിന്നെ ഹാൻഡ് ബാഗിൽ വെക്കണം. അത് ഊരാൻ മറന്നുപോയാൽ അതിലേറെ ബുദ്ധിമുട്ടാണ്. അപ്പോൾ അതൊന്നും പറ്റില്ല. അതുപോലെ തന്നെ അണ്ടർവെയർ, ഷെഡിയോ ബനിയനോ ഇതൊന്നും പറ്റൂല. പുരുഷന്മാർക്ക് ഇത് പറ്റൂല. അപ്പോൾ പുരുഷന്മാർ വീട്ടിൽ നിന്ന് ഇറങ്ങുമ്പോൾ തന്നെ അതൊക്കെ ഒഴിവാക്കിയിട്ട് ഇറങ്ങിയാൽ മതി. അല്ലെങ്കിൽ നമ്മൾ എയർപോർട്ടിലേക്ക് എത്തിയിട്ട് നമ്മൾ ഡ്രസ്സ് മാറുമ്പോൾ ഈ അണ്ടർവെയർ നമ്മൾ മാറാൻ മറന്നുപോയി, അതിൻ്റെ മുകളിൽ മുണ്ടെടുത്താൽ അശ്രദ്ധയായിട്ട് ആരെങ്കിലും ചെയ്താൽ ഹറാമാണ്, തെറ്റാണ്, കുറ്റാണ്. ഇഹ്റാമിൽ വലിയ ആടിനറുത്ത് കൊടുക്കേണ്ട പോലത്തെ ഫിദിയകളും വലിയ കുഴപ്പങ്ങളുണ്ടാവും. അപ്പോൾ ഹറാമാണ്, വലിയ തെറ്റാണത്. അപ്പോൾ ഇൻഷാ അല്ലാഹ് നമ്മൾ എന്ത് ചെയ്തു? പിന്നെ പുരുഷന്മാരുടെ കാര്യങ്ങൾ ശ്രദ്ധിച്ചു. ഇനി നമ്മൾ വീട്ടിൽ നിന്ന് ഇറങ്ങിയിട്ടില്ല കേട്ടോ. വീട്ടിൽ നിന്ന് ഇറങ്ങുന്നതിന് മുമ്പ് ഹാൻഡ് ബാഗിൽ
ഹാൻഡ് ബാഗിൽ ഇത് വെക്കാൻ മറക്കരുത് എന്നാണ് നമ്മൾ പറഞ്ഞത്. ഇനി വീട്ടിൽ നമ്മൾ ഇറങ്ങണം. വീട്ടിൽ നിന്ന് ഇറങ്ങുന്നതിന് മുമ്പ് കുളിച്ച് വൃത്തിയായിട്ടുണ്ടെല്ലാം ചെയ്തിട്ടുണ്ട്. ഇനി വീട്ടിൽ നിന്ന് ഇറങ്ങും മുമ്പ് ശ്രദ്ധിക്കേണ്ടത്, യാത്രക്ക് മുമ്പ്, യാത്ര ചെയ്യാൻ വേണ്ടി നാം ഇറങ്ങുന്നതിന് മുൻപ് ഒരു സുന്നത്ത് നിസ്കാരമുണ്ട്, അത് നിസ്കരിക്കണം. അപ്പോൾ നമ്മൾ വീട്ടിൽ നിന്ന് ഇറങ്ങുമ്പോൾ അസറിൻ്റെ ശേഷം സുന്നത്ത് നിസ്കരിക്കാൻ പാടില്ല എന്നാണ്. അതുപോലെ സുബഹിൻ്റെ ശേഷം നമ്മൾ പിന്നെ കുറച്ച് നേരത്തേക്ക് സൂര്യോദയം ഒരു 20 മിനിറ്റിനത്തോളം ആ സമയങ്ങളൊന്നും അല്ലെങ്കിൽ ആ 2 സമയങ്ങൾ, അസറിൻ്റെ ശേഷമുള്ള സമയമോ അല്ലെങ്കിൽ സുബഹിൻ്റെ ശേഷമുള്ള സമയമോ അല്ലെങ്കിൽ, ബാക്കി സമയങ്ങളൊന്നും കുഴപ്പമില്ല. സമയം അല്ലെങ്കിൽ അതിന് മുമ്പേ തന്നെ, ആ സമയത്താവരുത്, അതിൻ്റെ മുമ്പേ തന്നെ നമ്മൾ എന്ത് ചെയ്യണം, നിസ്കരിച്ചേക്കണം. യാത്രയുടെ സുന്നത്ത് നിസ്കാരം നിസ്കരിച്ചേക്കണം. അപ്പോൾ അത്തരം സമയങ്ങൾ ഒഴിവാക്കിയിട്ട് ആ സമയങ്ങൾ വരുന്നതിനുണ്ടെങ്കിൽ അതിൻ്റെ മുൻപേ തന്നെ അല്ലെങ്കിൽ അത് കഴിഞ്ഞിട്ട് യാത്രക്കുള്ള 2 റക്അത്ത് സുന്നത്ത് നിസ്കാരം. അതെന്താണെന്ന് ചോദിച്ചാൽ, നമ്മുടെ യാത്രക്ക് നമ്മൾ ഒരുങ്ങുമ്പോൾ അള്ളാഹുവിലേക്ക് മുന്നിട്ടുകൊണ്ട് നമ്മുടെ കുടുംബത്തെയും വീടിനെയൊക്കെ റബ്ബിനെ ഏൽപ്പിച്ചിട്ട് വേണം നമുക്ക് പോകാൻ. അപ്പോൾ റബ്ബിൻ്റെ മുന്നിൽ 2 റക്അത്ത് നമസ്കാരം നാം നിസ്കരിക്കാൻ വേണ്ടി കൈകെട്ടി നിന്ന് നിസ്കരിക്കണം. ലീലാഫി ഖുറൈശ് സൂറത്ത് കിട്ടുമെങ്കിൽ അതൊക്കെ ഓതണം. അത് ഓതി, അല്ലെങ്കിൽ ഖുൽ യാ അയ്യുഹൽ കാഫിറൂന ഖുൽ ഹുവല്ലാഹു ഓതി നമ്മൾ എന്ത് ചെയ്യണം, യാത്രയുടെ സുന്നത്ത് നിസ്കാരം, യാത്രക്ക് മുമ്പുള്ള 2 റക്അത്ത് സുന്നത്ത് നമസ്കാരം നിസ്കരിച്ച് അവിടെ ഇരുന്നിട്ട് ആയത്തുൽ കുർസിയും ലീലാഫി ഖുറൈശൊക്കെ ഓതൽ സുന്നത്തുണ്ട്. അതൊക്കെ ഓതണം യാത്രക്ക് മുമ്പ്. യാത്രക്കാരൻ ഓതേണ്ട സൂറത്തുകളാണ്, ആയത്തുകളാണ് അതൊക്കെ കിട്ടുമെങ്കിൽ, അതല്ലെങ്കിൽ കിട്ടിയില്ലെങ്കിൽ മൊബൈലിൽ നോക്കിയിട്ടോ കേട്ടിട്ടോ ഒക്കെ അതൊക്കെ ഓതി റബ്ബിനോട് പച്ച മലയാളത്തിൽ റബ്ബിൻ്റെ മുന്നിൽ ദുആ ചെയ്യണം. അല്ലാഹുവേ, ഞാനിതാ എൻ്റെ നാടും വീടും കുടുംബവും ഇവിടെ വിട്ടിട്ട് റബ്ബെ നിൻ്റെ മുന്നിലേക്ക്, നിൻ്റെ ഹളറത്തിലേക്ക് ഞാൻ ഇതാ വരാൻ വേണ്ടി യാത്രക്ക് ഒരുങ്ങിയിരിക്കുകയാണ്. റബ്ബേ കുല്ലന സ്വാഹിബൻ ഫി സഫരിന, റബ്ബേ യാത്രയിൽ മുഴുവനും ഞങ്ങൾക്ക് നീ തണലാകണേ, കൂട്ടാകണേ, ഞങ്ങൾക്ക് നീ ഞങ്ങളുടെ കൂടെ ഉണ്ടാകണേ റബ്ബേ. വഖലീഫത്തൻ ഫി അഹ്ലിന, ഞങ്ങളുടെ കുടുംബത്തിൽ നീ ഒരു പ്രതിനിധിയായി ഞങ്ങളുടെ കുടുംബത്തെ, ഞങ്ങളുടെ കച്ചവടങ്ങളെ, ഞങ്ങളുടെ ബിസിനസ്, ഞങ്ങളെ എന്താണെങ്കിലും നാട്ടിൽ നമ്മൾ ഇട്ടേച്ചു പോകുന്ന ഭാര്യ, മക്കൾ, കൂട്ടുകുടുംബങ്ങൾ, നമ്മുടെ വീട്, നമ്മുടെ സ്ഥാപനങ്ങൾ എല്ലാം നമ്മൾ ഇട്ടേച്ച പോകുന്നത്, ഇതെല്ലാം റബ്ബേ നീ കാത്തോളെ റബ്ബേ, നീ നോക്കണേ റബ്ബേ, എല്ലാത്തിനും ഒരു പൊറല് പോലും ഏൽക്കാതെ റബ്ബേ നീ ഇതെല്ലാം കാത്തിരക്ഷിക്കണേ പടച്ചവനെ. ഇതാണ് ദുആയുടെ ഉള്ളടക്കം. റബ്ബിലേക്ക് മുന്നിട്ടുകൊണ്ട് അള്ളാഹുവിനെ സ്തുതിച്ച് അൽഹംദുലില്ലാ റബ്ബെ, ഇങ്ങനൊരു യാത്ര കുരുങ്ങാൻ ഞങ്ങൾക്ക് നീ തൗഫീഖ് നൽകിയല്ലോ റബ്ബെ, അൽഹംദുലില്ലാ. അള്ളാഹിൻ്റെ റസൂലിൻ്റെ പേര് സ്വലാത്ത് ചൊല്ലി അല്ലാഹുമ്മ സ്വല്ലി അലാ സയ്യിദിനാ മുഹമ്മദ് മുത്ത് റസൂലിൻ്റെ അതിർത്തിയിലേക്കല്ലേ നമ്മൾ പോകുന്നത്. റസൂലുള്ളാഹിക്ക് സ്വലാത്തു വസ്സലാം ഒക്കെ പറഞ്ഞ് റസൂലിനെ മുൻനിർത്തി റബ്ബിനോട് നാം ദുആ ചെയ്ത് ആത്മാർത്ഥമായി കണ്ണീരൊഴുക്കി റബ്ബിനോട് പറഞ്ഞുകൊണ്ട് ഈ യാത്രയും ഈ ഉംറയൊക്കെ റബ്ബെ നീ സ്വീകരിക്കണേ അല്ലാഹ് എന്ന് ദുആ ചെയ്ത് റബ്ബിനെ ഏൽപ്പിക്കേണ്ട കാര്യങ്ങളൊക്കെ റബ്ബിനെ ഏൽപ്പിച്ചിട്ട് വേണം നമ്മൾ യാത്രക്കായി പുറത്തേക്ക് ഇറങ്ങാൻ. ഇൻഷാ അല്ലാഹ് ബാക്കി നമുക്ക് അടുത്ത ക്ലാസ്സിൽ പറയാം. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു.